അല്ല ശരിക്കും അപ്പൊ ഈ കാന്താര എടുത്ത സമയത്തൊക്കെ അദ്ദേഹം വ്രതം എടുത്തിട്ടൊക്കെയാ ചെയ്തതെന്ന് പറഞ്ഞു ആ മൂവി. ദീപക് അങ്ങനെ വല്ല തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അങ്ങനെ ചെയ്താലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈശ്വരന്റെ ഒരു അനുഗ്രഹവും കൂടി. തെയ്യം സാധാ കാണുമ്പോ അവരെന്ത് ലൈറ്റ് വെയിറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അവരുടെ ആ ആട്ടവും എല്ലാം നോക്കുമ്പോ ഏതൊന്നും ഇല്ല എന്നുള്ള ഫീലിംഗ്. പക്ഷെ ഇപ്പൊ ദീപക് കെട്ടിക്കഴിഞ്ഞ് നമ്മൾ തെയ്യം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ തെയ്യക്കാരെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബഹുമാനവും അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ അവരെ തൊഴുതു പോകുന്നുള്ളൊരു അവസ്ഥയിലെത്തും. ഞാനത് കെട്ടിക്കഴിഞ്ഞ് നമ്മൾ ഏകദേശം ആ ചെണ്ടയുടെ സൗണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ ഒരു എനർജി വരും, ഒരു എനർജി വരുമായിരിക്കും. പക്ഷെ തേക്കാർക്ക് അങ്ങനെ ആയിരിക്കില്ല, വേറൊരു ദൈവിക ഒരു പവർ എന്തെങ്കിലും. അല്ല അപ്പൊ അന്ന് ഷൂട്ട് സമയത്ത് ഈ ചെണ്ട അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു? എല്ലാം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ ഒരു ചെറിയൊരു ഓട്ടവും പിന്നെ അത് കഴിഞ്ഞ് തട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തട്ടി തിരിച്ചു വന്ന് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ഇപ്പൊ മരിച്ചുപോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ ഇരുട്ട് കയറി ബ്ലാക്ക് ഔട്ട് ആവുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം എന്ന് ചോദിക്കുന്നുണ്ട്, ആരും വെള്ളം കൊണ്ടുവരുന്നില്ല. അവസാനം ഞാൻ തട്ടിയാലോ എന്ന് വിചാരിച്ചു. കുറെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നാരങ്ങളൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണൊന്ന് ശരിയായത്. പക്ഷെ ഭയങ്കര ഹെവിയാണ്. തെയ്യം കെട്ടുന്നവർ ഈ പറയുന്ന പോലെ വ്രതം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഈ പറയുന്ന പോലെ അവർ കഴിക്കുന്ന ഫുഡൊക്കെ ഭയങ്കര കൃത്യമായിട്ട് കഴിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ തെയ്യം അങ്ങനെ കെട്ടി നിൽക്കാൻ പറ്റൂ. പറഞ്ഞപ്പോഴും അതിന്റെ ഡെപ്ത് മനസ്സിലായതല്ലേ.